ഇപ്പം കെ സി വേണുഗോപാൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പിൻവാതിൽ എൻട്രിക്കാണ്. എങ്ങനെ കെ സി വേണുഗോപാൽ ഈ ഒരു മുഖ്യമന്ത്രി മത്സരത്തിനകത്ത് വന്നു? അത് തന്നെ വലിയ ചോദ്യമല്ലേ. എന്താണ് കെ സി വേണുഗോപാൽ ഈ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു? ഇതിനകത്ത് സീനിയോറിറ്റി അല്ലല്ലോ നോക്കണ്ടേ, ഇതിനകത്ത് കേരളത്തിൻ്റെ ഭാവിയല്ലേ നോക്കണ്ടേ, കേരളത്തിൻ്റെ ഗതിയല്ലേ നോക്കണ്ടേ. കഴിഞ്ഞ 5 വർഷം കേരളത്തെ എങ്ങനെ നയിച്ചു? ഈ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉറപ്പ് നൽകിയത്. സർ, പുതിയ കേരള നിയമസഭയുടെ നാഥൻ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അതൊരു ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും തുടരുന്നു. ഇന്ദിരാഭവനിൽ മുഖ്യമന്ത്രി ആരെന്നത് സംബന്ധിച്ച ചർച്ചകൾ സജീവമായിട്ട് തുടരുകയാണ്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ, ഈ 3 പേരുടെയും അനുയായികൾ സാമൂഹിക മാധ്യമങ്ങളിലും തെരുവുകളിലും ഒരു പോസ്റ്റർ കൾച്ചർ അല്ലെങ്കിൽ ഫ്ലെക്സ് കൾച്ചർ എന്ന രീതിക്കൊക്കെ പരസ്പരം തങ്ങളുടെ നേതാവ് തന്നെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള കാര്യങ്ങളുമായിട്ട് അഭിപ്രായ പ്രകടനങ്ങൾ തുടരുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിനകത്ത് കേരള ജനത കൃത്യമായിട്ടൊരു ഉത്തരം കൊടുത്തിരുന്നു. അഭിഷേകിൻ്റെ ചോദ്യമുണ്ടല്ലോ, ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതിന് കേരള ജനത നല്ലൊരു ഒരു സംശയമില്ലാത്ത ഉത്തരവാണ് കൊടുത്തത്. UDF 102 സീറ്റ് കൊടുത്തു. അതിനെ നയിച്ചത് വി ഡി സതീശനാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ നമ്മളെല്ലാം കാണുന്നുണ്ട്. പിന്നെ ആ രീതിയിൽ ആ ഒരു പുതിയ കൾച്ചർ തന്നെ സതീശൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ അവരുടെയൊക്കെ മുൻഗാമികൾ ഉണ്ടാക്കി വെച്ചിരുന്ന അല്ലെങ്കിൽ തുടർന്നിരുന്ന ഒരു ഗ്രൂപ്പ് വഴക്കും ഗ്രൂപ്പ് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ മാറ്റി ഒരു UDF ഒരു ടീമായിട്ട് ഡെവലപ്പ് ചെയ്ത് തിരഞ്ഞെടുപ്പിലേക്ക് പ്രാപ്തമാക്കി നയിച്ച് കൊണ്ടുപോയി. അതിനു മുമ്പും ഈ പറഞ്ഞതുപോലെ ഇത് 10ാം വർഷമാണ് പിന്നെ UDF തിരിച്ചു വരുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള 5 വർഷം ഇത്തരത്തിലൊരു പ്രവർത്തനം ഇല്ലാതിരുന്നതിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനത്തിൻ്റെ അഭാവമാണ് 22 സീറ്റിൽ ഒതുങ്ങി കോൺഗ്രസ് ചുരുങ്ങിപ്പോയത്. കാരണം അന്നും ഈ പറഞ്ഞതുപോലെ ഒരു സുസംഘടിതമായ പാർട്ടിയെ ശക്തിപ്പെടുത്താനും മുന്നണിയെ ശക്തിപ്പെടുത്താനും പ്ലാറ്റ്ഫോം ശക്തിപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു ശ്രമം നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേങ്കിൽ അന്നും ഒരു വേണമെങ്കിൽ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല, ജയസാധ്യത ഉണ്ടാകുമായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കണം രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി കൊണ്ടുവന്നു. അദ്ദേഹം അതിഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. കേരളത്തിലെ ജനങ്ങളും സതീശന് തന്നെയാണ് വോട്ട് കൊടുത്തിരിക്കുന്നത്, ആ ഉത്തരം കൊടുത്തതാണ്. പക്ഷേ ആ ഒരു ജനായത്ത വിധിയെ കോൺഗ്രസ് നേതൃത്വം ഇട്ട് ചവിട്ടിത്തിരുമുന്ന കാഴ്ചയാണ്. അട്ടിമറിച്ച് ചവിട്ടിത്തിരുമുക. ഒരു റെസ്പെക്റ്റും ഇല്ല, ജനങ്ങളോടൊരു റെസ്പെക്റ്റും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഗവൺമെൻറ്റാണല്ലോ ഇനി വരാൻ പോകുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ അതാണല്ലോ. അത്രയും ജനങ്ങളുടെ ഒരു അഭിപ്രായത്തെ തെല്ല് വില കൽപ്പിക്കാതെ ഏതാനും വ്യക്തികളുടെ 1-2 വ്യക്തികളുടെ താല്പര്യമിട്ട് ആ ഗവൺമെൻറ്റിൽ അർപ്പിച്ച പ്രതീക്ഷ മുഴുവൻ ഇല്ലാണ്ടായി കളയുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയൊരു പ്രതീക്ഷയോടുകൂടിയാണ് UDF സർക്കാരിന് അല്ലെങ്കിൽ UDF മുന്നണിക്ക് ജനങ്ങൾ വോട്ട് ചെയ്തത്. ആ പ്രതീക്ഷ പ്രാഥമികമായിട്ട് നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ എത്ര തന്നെ ഒരു ഭരണം കാഴ്ചവെച്ചാൽ പോലും ഈ ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ സ്വഭാവമൊക്കെ അറിയാം, അവരുടെ അടിപിടിയും ഭരണത്തിന് വേണ്ടിയിട്ടുള്ള പാച്ചിലും പിന്നെ അതുപോലെ തന്നെ ഇടപെടലുകളും ഒക്കെ അറിയാം. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്ന് മാറി ഒരു വ്യത്യസ്തമായ കൾച്ചർ കഴിഞ്ഞ 5 വർഷം കൊണ്ട് കോൺഗ്രസിനകത്തും UDFനകത്തും കേരളത്തിലെ ജനങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ ജനങ്ങൾ. ഇപ്രാവശ്യത്തെ ഇലക്ഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഏറ്റവും ഒരു സാംസ്കാരികമായിട്ടൊരു വൃത്തികെട്ട ഇലക്ഷനാണ് ഇപ്രാവശ്യം നടന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർഗീയത മുഖ്യ വിഷയമായി. ഭൂരിപക്ഷ വർഗീയത ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു മുന്നണി ശ്രമിക്കുന്നു. ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാകാനായിട്ട് മറ്റൊരു മുന്നണി ലക്ഷ്യം വയ്ക്കുന്നു. അങ്ങനെ ഇതിൻ്റെ പേരിലുള്ള ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഒരു സെൻട്രൽ തീം, അതായിരുന്നു. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സാധാരണ ജനങ്ങൾ ഉൾപ്പെടെ UDFന് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഭൂരിപക്ഷം വോട്ട് ചെയ്തു. ന്യൂനപക്ഷത്തിൻ്റെ മാത്രം ഏകീകരണം കൊണ്ട് ഇത്ര ഒരു വിജയം കിട്ടത്തില്ല അല്ലേ. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ ഏകീകരണം ഉണ്ടാവുകയും അത് മുഴുവൻ LDFന് കിട്ടുകയും ചെയ്തു. അന്ന് UDFനേക്കാൾ LDFന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 12 ലക്ഷത്തിന് ശിഷ്ട വോട്ടായിരുന്നു കിട്ടിയത്. പക്ഷേ ഇന്നിപ്പോൾ UDFന് LDFനേക്കാൾ 19 ലക്ഷം വോട്ടാണ് അധികം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ വോട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയത് ഇങ്ങോട്ട് വന്നു നമുക്ക് കരുതാം. പക്ഷേ ഈ 7 ലക്ഷം വോട്ട്
അത് ചെറിയ എമൗണ്ട് അല്ല. ഉമ്മൻചാണ്ടി സർക്കാർ 2011 അധികാരത്തിൽ വരുമ്പോഴത്തേക്ക് 1,00,000 ശിഷ്ട വോട്ടിൻ്റെ വ്യത്യാസമാണ് രണ്ട് മുന്നണിയും തമ്മിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഈ 7 ലക്ഷം ഈ കഴിഞ്ഞ പ്രാവശ്യം LDF ഒരു ഭൂരിപക്ഷ വോട്ടെന്ന് 12 ലക്ഷത്തിൽ ശിഷ്ടമായിരുന്നെങ്കിൽ ഇപ്പോൾ 19 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഈ ജനാധിപത്യ സംവിധാനത്തിലെ മുന്നണികളുടെ ഈ മതവും വർഗീയതയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരുതരം അശ്ലീല സമാനമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് എതിരെയുള്ള ഒരു സാംസ്കാരിക പ്രതികരണമായിട്ടാണ് ഈ വോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ മാനിക്കാനുള്ള ഒരു മാന്യത കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് എന്തുകൊണ്ടത് മനസ്സിലാവുന്നില്ല? ഇത് തന്നെയാണ് LDFനും പറ്റിയത്. കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം മനസ്സിലായി ഈ സർക്കാരിൻ്റെ പോക്കും മുഖ്യമന്ത്രിയുടെ സമീപനവും ശരിയല്ല എന്ന്, അല്ലേ? ആർക്കും സംശയമില്ലായിരുന്നു. സംശയം ഉണ്ടായിരുന്നത് LDFൻ്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും പാർട്ടി സെക്രട്ടറിക്കും അവരോട് ചേർന്ന് നിൽക്കുന്ന ചില പാർട്ടി നേതാക്കൾ ഒഴികെ ബാക്കി ആർക്കും കേരളത്തിൽ സംശയമില്ലായിരുന്നു. ഇപ്പോൾ LDF പറയുന്നു ഞങ്ങൾ ഇനി വിശദമായിട്ട് പഠിക്കാൻ പോവുകയാണ്. MA ബേബിയും MP ഗോവിന്ദൻ മാസ്റ്ററും പറയുന്നു ഇനി ആർക്കും ഭയപ്പെടാതെ പേടി കൂടാതെ സംസാരിക്കും. എന്ന് വെച്ചാൽ പേടി അല്ലേ, പേടി കൂടാതെ നേരത്തെ പേടിയായിരുന്നുള്ളതല്ലേ എൻ്റെ അന്തർലീനമായ അർത്ഥം. അന്തർലീനമല്ല, പ്രകടമായ അർത്ഥം. അപ്പോൾ ആ രീതിയിൽ ഒരു സംഗതി എല്ലാവർക്കും അറിയാമായിരുന്നു. ഇനിയിപ്പോൾ എന്താ പഠിക്കാനുള്ളത്? നമ്മൾ ഈ കഴിഞ്ഞ 5 വർഷം കടന്ന് മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നമ്മൾ നേരിട്ടും അല്ലാതെയും ഒക്കെ നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു നിശ്ചിത മാധ്യമത്തെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല, എപ്പോഴും മോണിറ്റർ ചെയ്യാം. അപ്പോൾ നിരന്തരം സുതാര്യമായ ഒരവസ്ഥയിലാണ് എല്ലാവരും ജീവിക്കുന്നത്. ഇത് തിരിച്ചറിയാതെ ഇത് ജനങ്ങൾക്കെല്ലാം അറിയാം എന്ന് ഈ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങളിത് സ്വീകരിക്കും. ജനങ്ങൾക്കാർക്കും പരാതിയില്ല, ഇത് മാധ്യമ സൃഷ്ടിയാണ് എന്നുള്ള, ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഒരു അതിന് വാക്കുകളില്ല പറയാനായിട്ട്. കാരണം എന്തെങ്കിലും ഒരു വ്യക്തമായ കാര്യം സാധാരണ ആൾക്കാർ, ഇപ്പോൾ ഉദാഹരണം UDF നേതാക്കളോട് ഇപ്പോൾ ചോദിച്ചു നോക്കൂ, ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല, ഇത് ഓരോരുത്തരുടെ അണികൾ ഇങ്ങനെ ചെയ്യുന്നതാണ്. എന്താണ് KC വേണുഗോപാൽ ഈ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു? എങ്ങനെ KC വേണുഗോപാൽ ഈ ഒരു മുഖ്യമന്ത്രി മത്സരത്തിനകത്ത് വന്നു? അത് തന്നെ വലിയ ചോദ്യമല്ലേ, അല്ലേ? അപ്പോൾ അദ്ദേഹം തന്നെ വളരെ മനോഹരമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്തു. അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവർക്ക് സീറ്റുകൾ മത്സരിക്കാൻ കൊടുത്തു. അങ്ങനെ അംഗസംഖ്യ ഉറപ്പിച്ചിട്ട് പെട്ടെന്ന് വന്ന് ചാടി വീഴുന്നു. വേറൊരു MP മാർക്ക് മത്സരിക്കാനുള്ള അനുമതിയും കൊടുത്തില്ല തിരഞ്ഞെടുപ്പിന് മുമ്പ്, അല്ലേ? അതിൻ്റെ നാടകം നമ്മൾ കണ്ടു. ഒരു നല്ലൊരു ശതമാനം ആൾക്കാർ MP മാർ മത്സരിക്കാൻ തയ്യാറായിരുന്നു. എന്നിട്ട് ഈ ഹൈക്കമാൻഡിൽ രാഹുൽ ഗാന്ധിയായിട്ടുള്ള സാമീപ്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു പിൻവാതിൽ എൻട്രിയാണ് ഇപ്പം KC വേണുഗോപാൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പിൻവാതിൽ എൻട്രിക്കാണ്. അത് ഈ കേരളത്തിലെ ജനങ്ങളോടുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും അവരെ അവഹേളിക്കുന്നതിനും പുച്ഛിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിനും തുല്യമാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ജനങ്ങൾ വ്യക്തമായൊരു മാൻഡേറ്റ് കൊടുത്തു, അല്ലേ, മുന്നണിക്ക്. എന്നിട്ട് അത് മാനിക്കാൻ, അത് കാണാനായിട്ട് ഈ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് തിമിരത്തിൻ്റെ പ്രശ്നമുണ്ടോ? കേരളത്തിലെ ഈ ഒരു അന്തരീക്ഷത്തെ, ഒരു നേതൃത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ മനസ്സിലാക്കുക, ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ഒരു പദ്ധതികളും അല്ലെങ്കിൽ അതിനനുസരിച്ച് ചിന്തിക്കുകയും ഭാവനയിൽ പുതിയ പദ്ധതികൾ ഉരുത്തിരിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ള നേതൃത്വത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് ഇത്രയും വലിയൊരു മാൻഡേറ്റ് കേരളത്തിൽ കൊടുത്തിട്ട് ഇത് തിരിച്ചറിയാനുള്ള ശേഷി കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അത്ര ഒരു പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റുക? അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ ദയനീയമായ അവസ്ഥ. രമേശ് ചെന്നിത്തലയുടെ പേരുമുണ്ട്. സീനിയോറിറ്റിയാണ് അദ്ദേഹത്തിൻ്റെ. അത് എന്താലോചിച്ചു, സീനിയോറിറ്റിയാണോ? ഇതിനകത്ത് സീനിയോറിറ്റി അല്ലല്ലോ നോക്കണ്ടേ. ഇതിനകത്ത് കേരളത്തിൻ്റെ ഭാവിയല്ലേ നോക്കണ്ടേ, കേരളത്തിൻ്റെ ഗതിയല്ലേ നോക്കണ്ടേ. കഴിഞ്ഞ 5 വർഷം കേരളത്തെ എങ്ങനെ നയിച്ചു? ഈ പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലെ ജനങ്ങൾക്ക് ചില കാര്യങ്ങൾ ഉറപ്പ് നൽകിയത്. അദ്ദേഹമാണ് പുതുയുഗ യാത്ര നയിച്ചിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കുകയും യുവാക്കളുമായിട്ട് സംവദിക്കുകയും അവർക്ക് ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തത്. ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാണ് നമ്മളോട് സംബന്ധിച്ചിട്ട് ഇന്ന പദ്ധതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കേരളത്തെ ഒരു പോർട്ട് സിറ്റി, കേരളത്തിന് മുഴുവൻ ഇൻലാൻഡ് വാട്ടേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പോർട്ടുകളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പോർട്ട് സിറ്റി ആയിട്ട് കേരളത്തിനെ ഡെവലപ്പ് ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ കേരളത്തെക്കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളൊക്കെ ഷെയർ ചെയ്യുകയും അതേപോലെ തന്നെ ചില ഉറപ്പുകൾ നൽകുകയും ചെയ്തു, അല്ലേ? ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും തന്നെയാണ്. പക്ഷേ അതിലെ ലീഡർ എന്ന് വെച്ചാൽ വളരെ പ്രധാനമാണ്.
ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ LDF ഇത്രയും ദയനീയമായി പരാജയപ്പെടാൻ കാരണം അതിൻ്റെ ലീഡറിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, അല്ലേ? ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ഉണ്ടായത് തന്നെ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ജനം കൂടുതൽ ലീഡർഷിപ്പ് അദ്ദേഹത്തിൽ കണ്ടു, അതൊന്നും കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ആ ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് കിട്ടിയ ഒരു അംഗീകാരം കൂടിയാണ് രണ്ടാം പിണറായി സർക്കാർ. പക്ഷേ പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് വന്നപ്പോഴത്തേക്ക് കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ തനി സ്വരൂപം പുറത്തു വന്നു, അല്ലേ? അപ്പോൾ ലീഡർ എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു സംസ്ഥാനത്തിനാണെങ്കിലും പ്രസ്ഥാനത്തിനാണെങ്കിലും എന്തിനെ സംബന്ധിച്ചിട്ട്. ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ ജനങ്ങളെ പുച്ഛിക്കുകയും ഈ ജനായത്ത സംസ്കാരത്തെ ഏത് കാരണം കൊണ്ടാണോ LDF ഗവൺമെൻറ്റിനെ കേരള ജനത തൂത്തെറിഞ്ഞത്, അതേ സംസ്കാരം തന്നെ, അതേ വൃത്തികേടുകൾ തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലൂടെ അരങ്ങേറുന്നത്. അത് കോൺഗ്രസ് ഈ നേതാക്കന്മാരുടെ അറിവുകൂടി തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതല്ലാന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ എങ്ങനെയാണ് ഈ ഒരു മത്സരത്തിൽ വരുന്നത്? അദ്ദേഹം മത്സരിച്ചിട്ടില്ലല്ലോ, അല്ലേ? വ്യക്തമായിട്ട് കേരളത്തിലെ ജനത ഇവിടുത്തെ ഇത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിച്ച ആ മുന്നണിക്ക്, അതോടൊപ്പം തന്നെ VD സതീശനും കൂടിയാണ് വോട്ട് കൊടുത്തത്. എന്നിട്ട് യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ല, ഉണ്ടാവേണ്ട കാര്യമില്ല. സംസ്ഥാനത്തിന് ഒരു മുഖ്യമന്ത്രിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല, ഒരു നേതൃത്വ രാഹിത്യമില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പുറമേ നിന്ന് ഒരാൾ കയറി വരിക. ഇതിപ്പോൾ കോൺഗ്രസിന് മുന്നിൽ മറ്റ് മാതൃകകളുണ്ട്. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായത്തിന് വിഘാതമായിട്ട് പാർട്ടിയുടെ താല്പര്യം, നേതൃത്വത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ചുള്ള നേതാക്കളെ അവിടെ മുഖ്യമന്ത്രിയാക്കി. അത് ആ സംസ്ഥാനങ്ങളിൽ സംഘടനയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അത് കേരളത്തിലും സംഭവിക്കുമെന്ന് ആണ് ഈ ജനങ്ങൾ പറയുന്നത്. തീർച്ചയായിട്ടും കേരളത്തിൽ ഇതിങ്ങനെയാണെന്നുള്ള കോൺഗ്രസിൻ്റെ ഗതികേടെന്ന് പറഞ്ഞാൽ മതി. അടുത്ത പ്രാവശ്യം ഇപ്പം BJP പോലും അധികാരം പ്രതീക്ഷിക്കുന്നത് 2036-ലാണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 2031 ചിലപ്പോൾ ഒരു വർഷമെങ്കിൽ BJPക്ക് അധികാരത്തിൽ വരാൻ പറ്റിയിരിക്കും. അത് വരുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ BJPയുടെ ഐശ്വര്യം കോൺഗ്രസ് തന്നെയാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ രീതിയിലാണ്. കാര്യം പ്രാഥമികമായിട്ട് ഈ ഗവൺമെൻറ്റിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെടുത്തി കളഞ്ഞു. അത് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലേ? ഈ പ്രതീക്ഷ എന്നൊക്കെ പറയുന്ന സാധനം വളരെ സൂക്ഷ്മമായ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ്. അപ്പം ഈ ഒരു ആ പ്രതീക്ഷ പ്രാഥമികമായിട്ട് നഷ്ടപ്പെട്ടു. കാരണം കോൺഗ്രസിൻ്റെ പഴയ സ്വഭാവമൊന്നും ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രചാരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വിവിധ സ്ഥാനാർത്ഥികളുടെ അഭാവം കൊണ്ടാണെങ്കിലും ഒക്കെ ഒരു പ്രത്യേകത ഫീൽ ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇതിങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെയും പരിതാപകരമായ അവസ്ഥയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഒത്തൊരുമയില്ലാതെ ഒരു സർക്കാർ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും പിന്നെ കാര്യങ്ങൾ യഥാർത്ഥമായ തീരുമാനങ്ങളുണ്ടാവുക? തീരുമാനങ്ങളെടുക്കാനുള്ളൊരു പ്രാപ്തി വേണം. എന്തായാലും ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഞായറാഴ്ച രണ്ടായാലും ഇനിയിപ്പം ഞാൻ പറയില്ല, കേരളത്തിലെ ജനങ്ങളുടെ പ്രതീക്ഷ അവർ ഇല്ലാണ്ടാക്കി കളഞ്ഞു. ഇനിയിപ്പം ഞായറാഴ്ച വരുമ്പോൾ നമുക്ക് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് നേതൃത്വം, ഹൈക്കമാൻഡിന് കേരളത്തിലെ ജനങ്ങളുടെ വികാരത്തെ, ഒരു ജനായത്ത സംവിധാനത്തിലെ ജനങ്ങളുടെ വികാരത്തെ തീർത്തും അവഗണിക്കാൻ ഒരു നേതൃത്വത്തിന് പറ്റുമോ എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ന്യായമായൊരു തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.